വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എപ്പോക്സി റെസിനെ പറ്റിയാണ്. അന്ന് നമ്മൾ യു വി റെസിനെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മൾ എപ്പോക്സി റെസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് എപ്പോക്സി റെസിൻ ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്നാണ്. നമ്മൾ യു വി റെസിൻ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, അതിനെന്തൊക്കെ വേണമെന്ന്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായി ഫസ്റ്റ് വേണ്ടത് എപ്പോക്സി റെസിനാണ്. ഞാനിവിടെ വജ്ര എന്ന ബ്രാൻഡിൻ്റെയാണ് എടുത്തേക്കുന്നത്. അത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ബബിൾസ് ഒന്നും അധികമായിട്ട് കാണുന്നില്ല. ഞാൻ 2-3 ബ്രാൻഡ് ഉപയോഗിച്ചതിനകത്ത് ഈ എപ്പോക്സി റെസിൻ നല്ല വജ്രയുടെ ഇതും ജാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെ നല്ല റെസിനാണ്, നമുക്ക് യൂസ്ഫുള്ളാണ്. വേറൊരു ഞാൻ ബ്രാൻഡ് യൂസ് ചെയ്തിരുന്നു. ആ ബ്രാൻഡിൻ്റെത് ഒട്ടും കൊള്ളില്ലായിരുന്നു, ഫുള്ള് ചെയ്തിട്ട് ഡാമേജ് ആയിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോക്സി എടുക്കുന്നത്. ഫസ്റ്റ് ടൈമൊക്കെയാണ് ഞാൻ ആ ബ്രാൻഡ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് എപ്പോക്സി റെസിൻ യൂസ് ചെയ്തു. വജ്രയുടെ എപ്പോക്സി റെസിൻ യൂസ് ചെയ്ത് സൂപ്പർ സാധനമാണ്, എനിക്കിഷ്ടപ്പെട്ട സാധനം. ഞാനിപ്പം വജ്ര തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതിപ്പം 2:1 ഇത് 2:1 എപ്പോക്സി റെസിൻ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ പല റേഷ്യോയിൽ വരുന്നുണ്ട്. 1:1, 2:1, 3:1 എന്ന് പറഞ്ഞ്. ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്നത് 2:1 ഇതിനകത്ത് ഈ ചെറിയ ബോട്ടിൽ ഹാർഡ്നറും വലിയ ബോട്ടിൽ റെസിനുമാണ് വരുന്നത്. ഇതിനകത്ത് 2:1 എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ബോട്ടിൽ എത്ര എടുക്കുന്നു അതിൻ്റെ ഇരട്ടിയായിരിക്കണം ഈ വലിയ ബോട്ടിൽ എടുക്കുന്നത്. അത്രയും നോക്കിയാൽ മതി. 2:1 എന്ന് പറയുന്നത് ചെറിയ ബോട്ടിലാണ് 1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ 2 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വലിയ ബോട്ടിലും. ഈ 1 ഇപ്പോൾ 10 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വലിയ ബോട്ടിൽ 20 എടുക്കണം. അതായത് ഇതിൻ്റെ ഇരട്ടി എത്രയാണോ അത് വലിയ ബോട്ടിൽ എടുക്കുക. അത്രയേ ഉള്ളൂ ഈ 2:1 ചെയ്യാനായിട്ടുള്ളത്. പിന്നെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകിൽ കറക്റ്റായിട്ടൊരു ബീക്കറോ അതിനകത്ത് ഈ മാർക്കിംഗ് ഉള്ള ടൈപ്പ് ബീക്കറിൻ്റെ ആണല്ലോ, ഒന്നുകിൽ അതിനകത്ത് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് സ്കെയിൽ വെച്ചെടുക്കുക. അതാകുമ്പോൾ കറക്റ്റായിരിക്കും എടുക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതിൽ വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമേജുകൾ ഒത്തിരി ഉണ്ടാവും. ആ എടുക്കുന്ന ഫുൾ റെസിനും ഡാമേജ് ആവും. നെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ വെയിറ്റിംഗ് സ്കെയിൽ. ഈ വെയിറ്റിംഗ് സ്കെയിലാണ് അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനം. ഇത് കറക്റ്റ് വാല്യൂ ആയിട്ടായിരിക്കണം എടുക്കുന്നത് നമ്മൾ എടുക്കുന്നതിൻ്റെ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഈ ബീക്കർ, അതിൻ്റെ ഞാനൊരു മോഡൽ കാണിക്കാം. അത് ഈ ബീക്കറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഫ്ലെക്സിബിളാണ്. അപ്പം ഇത് നമ്മൾ റെസിൻ ഇതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ആ ഉണങ്ങി പിടിച്ചിരുന്ന റെസിൻ മൊത്തം നമുക്ക് പോരും. നമുക്ക് പിന്നെ ഇത് റീയൂസ് ചെയ്യാം. പിന്നെ പേപ്പർ ഗ്ലാസ്സിനകത്താണ് ചിലവർ ചെയ്യുന്നത്. പേപ്പർ ഗ്ലാസ്സിനകത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ട്രാൻസ്പെറൻറ്റ് തന്നെ നമ്മളിപ്പം റെസിൻ മിക്സ് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അത് ഡ്രൈ ആയിട്ട് അതിനകത്ത് ഇരുന്നോളും. അല്ല അതിനകത്തോട്ട് വല്ല കളേഴ്സോ പിഗ്മെൻറ്റോ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന വഴി അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിഗ്മെൻറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ കളറിൻ്റെ കാണും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും നല്ലൊരു സാധനം, നല്ല ഇതാണ്. ഇതിനകത്ത് അളവുമുണ്ട്. ഇതിനകത്ത് അളവ് നോക്കി വേണം നമുക്ക് എടുക്കാം. ഇതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് വെയിറ്റിംഗ് സ്കെയിൽ നോക്കി വെച്ച് തന്നെ എടുക്കുന്നതാണ്. ഇതാണ് പേപ്പർ ഗ്ലാസ്, അറിയാമല്ലോ. ഈ പേപ്പർ ഗ്ലാസ്സാണ് ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനങ്ങളുണ്ട്, അത് 2 ഡെമോ നോക്കിയിട്ട് കണ്ടില്ലതാ. മാസ്ക് വേണം, അതുപോലെ തന്നെ ഗ്ലൗസ്. ഇത് രണ്ടും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ്. ഇതാണ് ഐസ്ക്രീം സ്റ്റിക്കർ. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് റെസിൻ മിക്സ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് മാസ്ക് വേണം, തലയിലിടുന്ന ക്യാപ്പ് വേണം, കയ്യിലിടാൻ ഗ്ലൗസ് വേണം. ഇത്തരം സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ്. കാരണം കയ്യിലോ നമ്മുടെ ഈ റെസിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ പ്രോഡക്റ്റാണ്. അപ്പോൾ റെസിനും ഈ ഹാർഡ്നറും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാർംഫുൾ ആയിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ റെസിൻ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തെ ഹാർഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മസ്റ്റായിട്ട് മാസ്ക് വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്ക് അത്യാവശ്യമാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഇത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫീഡ് ചെയ്യുന്ന മദേഴ്സും ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് വിചാരിക്കത്തില്ല. നമ്മൾ ആ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഫീഡ് ചെയ്യും. ചിലപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇത് നമ്മുടെ ശരീരത്തിൽ കെമിക്കലിൻ്റെ വല്ലതും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനും കേടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ബബിൾ റിമൂവ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ്. ബബിൾ റിമൂവറിന് നമുക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്. ബബിൾ റിമൂവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലോ ടോർച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് ഗണ്ണും വരുന്നുണ്ട്. അതായത് ബബിൾ റിമൂവർ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്, ബബിൾ റിമൂവറിൻ്റെ സ്പ്രേ. ഇതാകുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുക, നമ്മൾ ഇത് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിക്കുന്നതിന് മുൻപേ സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ റെസിൻ നമുക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം ഉണ്ടാകുന്ന ബബിൾസ് എല്ലാം റിമൂവ് ആവും. അതുപോലെ തന്നെ
നമ്മുടെ ബ്ലോ ടോർച്ചിൻ്റെ ഞാൻ കാണിക്കാം. ഇതാണ് ഈ പറയുന്ന ബ്ലോ ടോർച്ച്. ഇത് നമ്മുടെ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് ചെറിയൊരു ഹീറ്റ് വരും. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഈ റെസിൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബബിൾ റിമൂവറും ഈ ബ്ലോ ടോർച്ചും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ബബിൾ റിമൂവർ ഒഴിക്കുന്നു, അതിന് റെസിൻ ഒഴിക്കുന്നു. ഈ ബ്ലോ ടോർച്ച് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ബബിൾ റിമൂവർ എന്ന് പറയുന്നത് ആൽക്കഹോളിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഉണ്ടാവും. ഇനി നമുക്ക് വേറൊരു സാധനമാണ് ഹീറ്റ് ഗൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹീറ്റ് ഗൺ. ഇതാണ് ഹീറ്റ് ഗൺ വരുന്നത്. കറണ്ട് വഴി നമ്മൾ കുത്തി പ്ലഗ് വഴി ചെയ്യുന്നതാണ്. ഇവിടെ ഓണിനും ഓഫിനും ഒരു സ്വിച്ച് ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് റെസിൻ വർക്ക് ചെയ്തവർക്ക് ഇതുകൊണ്ട് രണ്ടാണ് ഉപയോഗമുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബബിള് റിമൂവ് ചെയ്യാനും, പിന്നെ സീപ്പിങ് സമയത്ത് അതിനകത്ത് വേവ്സ് ഉണ്ടല്ലോ, അപ്പോൾ വേവ്സ് റെഡിയാക്കാനും ഈ ഹോട്ട് ഗൺ കൊണ്ട് പറ്റുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. ഹോട്ട് എയർ ഗൺ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ്, അപ്പം നിങ്ങൾക്ക് ഇത് മൂന്നും നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സിഗരറ്റ് ലാമ്പില്ല 10 രൂപയുടെ, ആ 10 രൂപയുടെ സിഗരറ്റ് ലാമ്പ് എടുത്തിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മേളിലൂടെ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കാണിച്ചാൽ മതി ആ ഫ്ലെയിം. അപ്പോൾ തന്നെ ആ ഉണ്ടാകുന്ന ബബിൾസ് എല്ലാം റിമൂവ് ആവുക തന്നെ ചെയ്യും. പിന്നെ ഈ സിഗരറ്റ് ലാമ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെരിച്ച് പിടിച്ചായിരിക്കും ഈ ഫ്ലെയിം കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ കൈ കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനത്തെ മോൾഡാണ്. ഇത് മോൾഡിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കീച്ചെയിൻ്റെ മോൾഡാണ് വരുന്നത്. ഇതിപ്പോൾ കീച്ചെയിൻ്റെ മോൾഡാണ് വന്നിരിക്കുന്നത്. റൗണ്ട് 9 എണ്ണം വരുന്നതിൻ്റെ ഒരു കോംബോ ആയത്. ഇതിനകത്ത് തന്നെ കണ്ടോ, നമ്മുടെ കീച്ചെയിൻ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റിങ് ഇടാനായിട്ടുള്ള സാധനമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത്രയാണ് ഇപ്പം അത്യാവശ്യം വേണ്ടൊരു സാധനം. പിന്നെ മോൾഡ് അത്യാവശ്യം നമ്മുടെ ഏതൊക്കെ ഇതാണോ വരുന്നത് അതനുസരിച്ച് ചെയ്യാം. അതല്ല ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ ഇല്ലാത്തൊരു മോൾഡാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഇപ്പോൾ ഏത് ടൈപ്പാണ് വേണ്ടത് ആ ടൈപ്പ് നോക്കി നിങ്ങൾക്ക് മോൾഡ് നമുക്ക് എടുക്കാം. അടുത്തത് പിഗ്മെൻറ്റിൻ്റെയും ആൽക്കഹോളിക് ഇങ്ക്, പിന്നെ ഇതിനകത്ത് എന്താ ഗ്ലിറ്റേഴ്സ്, അതിൻ്റെ എല്ലാം ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.